ഹലോ ഗൈസ്, നല്ല ആവി പറക്കുന്ന ഗരം ഗരം സമൂസ ഉണ്ടാക്കിയാലോ? സമൂസയിൽ മസാലയാണല്ലോ അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഉരുളിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകും ജീരകവും കുറച്ച് അയമോദവും കൂടെ എല്ലാം ഓരോ ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സബ്ജികളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സബ്ജികളുടെ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കടലയും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഇതിനകത്ത് മാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ സമൂസയുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് അങ്ങോട്ട് കുഴച്ചെടുക്കാം. 1 കിലോ മൈദ മാവിൽ ആവശ്യത്തിന് ഉപ്പും ജീരകവും ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കത് 2 ലെയർ ആയിട്ട് എടുക്കാം. 2 ലെയറിന്റെ നടുവിലായിട്ട് മസാല വെച്ചിട്ട് നമുക്ക് സമൂസയുടെ ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ടിട്ട് വറുത്തുകോരി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.